നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഭഗവാന് മുന്നിൽ നിങ്ങൾ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ അത് കമൻ്റായി രേഖപ്പെടുത്താം. ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയം ഭഗവാന്റെ സന്ദേശങ്ങൾ, അതായത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായ സമയത്ത് തന്നെ ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. ഭഗവാനെ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഭഗവാന് മുന്നിൽ നിങ്ങൾ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ, അത് ഭഗവാൻ കേട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശങ്ങൾ അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വന്നു എന്ന് വരാം. ആ ചിന്തകളെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കി മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇതും വെറും വാക്കുകളല്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ മുറിവുകൾ, ആത്മാവിന് പല സമയങ്ങളിലായി ഏറ്റിരിക്കുന്നതായ മുറിവുകൾ ഉണക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഭഗവാന്റെ ഇടപെടലായി തന്നെ ഈ സന്ദേശത്തെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത് പ്രത്യേകമായ ഒരു കാലത്തിലേക്കുള്ള ഒരു സന്ദേശം തന്നെയാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിലയുറപ്പിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് ചില അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ കാര്യങ്ങൾ നിന്നിലേക്ക് നൽകാനായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നും വിധം വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആ പ്രയത്നത്തിന് അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴുക്കിയതായ കണ്ണുനീർ, നിങ്ങളുടെ പ്രയത്നം, ഇതെല്ലാം വെറുതെ ആയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള വഴികളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പോലും മനസ്സിലാകാതെ പല സമയങ്ങളിലും സ്തബ്ധരായി നിൽക്കുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അവിടേക്ക് ഭഗവാൻ ചില മാറ്റങ്ങൾ, ഐശ്വര്യം നിറയ്ക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പോരാട്ടങ്ങൾ മികച്ചതായിരുന്നു എന്നത് വാസ്തവമാണ്. എത്രമേൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്, എത്രമേൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ പോലും അറിയിക്കാതെ നിങ്ങൾ എത്ര തന്നെ വിഷമിച്ചിട്ടുണ്ട് എന്നും ഭഗവാന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിൽ വളരെയധികം വേദനകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ പലപ്പോഴും ധൈര്യം കാണിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആ ധൈര്യം നിങ്ങളിൽ നിന്നും പലപ്പോഴായി ചോർന്നു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പല കാര്യങ്ങളിലും ഭയം നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ അനുഭവിച്ച ഭയം അത് ഭഗവാനിൽ നിന്നും മറഞ്ഞിട്ടില്ല, ഭഗവാൻ അത് കണ്ടിരുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്.
ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും മറച്ചു വയ്ക്കുവാൻ സാധിക്കുന്നതല്ല. ജീവിതത്തിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. പലപ്പോഴും നിങ്ങൾ പല രീതിയിലും ആടിയുലഞ്ഞ സാഹചര്യത്തിൽ പോലും ഇത് എപ്രകാരം സഹിക്കും എന്ന് ചോദിക്കുന്നതായ സാഹചര്യത്തിൽ പോലും നിങ്ങളെ കൈപിടിച്ചുയർത്തുകയും നിങ്ങളെ വേദനകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തിയതും ഭഗവാൻ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ പ്രാർത്ഥനകളും വിഷമതകളും ആ പ്രയാസങ്ങളും ഭഗവാൻ കേൾക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പലപ്പോഴും പല രീതിയിലും പ്രയാസങ്ങളിലൂടെ അത് ധനപരമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനസികപരമായി ഉണ്ടാകുന്ന വിഷമതകളോ ഒറ്റപ്പെടുത്തലുകളോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. പല അവസരങ്ങളിലും അത് നിങ്ങളെ വേട്ടയാടിയിരുന്ന സമയങ്ങളിൽ ഭഗവാൻ ഒരു നിഴൽ പോലെ, ഭഗവാന്റെ ഒരു സംരക്ഷണം നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ആ സമയം നിങ്ങൾ തളർന്നു പോവുകയും എണീറ്റ് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നാനേ എന്നതാണ് വാസ്തവം. ആ സമയം ഭഗവാന്റെ ശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഊർജം പകർന്ന് നൽകിയിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം പ്രതീക്ഷ അത് തകരുവാൻ പാടുള്ളതല്ല. പ്രതീക്ഷയുടെ ഒരു കണികയും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിന്തയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തളരുമ്പോൾ താങ്ങായി നിൽക്കുവാൻ ഭഗവാനുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നിങ്ങൾ സംശയിക്കേണ്ടതായിട്ടില്ല. അത് ഭഗവാന്റെ അദൃശ്യമായ കരങ്ങളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരിക്കലും ശിക്ഷയാണ് എന്ന് നിങ്ങൾ കരുതുവാൻ പാടുള്ളതല്ല. ഭഗവാൻ നിങ്ങൾക്ക് അപ്രകാരം ഒരു ശിക്ഷ വിധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മറിച്ച് പല കാര്യങ്ങളിലേക്കും നിങ്ങളെ തയ്യാറെടുപ്പിക്കുവാൻ ഭഗവാൻ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളെ ഭഗവാൻ ശരിയായ രീതിയിൽ വാർത്തെടുത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവ്, ദൈവാംശമായ ആത്മാവ് കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഠിനമായ കാര്യങ്ങളെ അതിനെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ ഭേദിക്കുവാനുള്ള ഒരു കരുത്ത് നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്ന് നൽകിയിട്ടുണ്ട്. മഹാവൃക്ഷമായി നിങ്ങൾ മാറുന്നതിന് മുൻപുള്ള ശാന്തതയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അത് കടന്നു വരികയും നിങ്ങളുടെ പോരാട്ടങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമായി മാറും. എന്തുകൊണ്ട് എനിക്ക് മാത്രം ശക്തിയില്ല? പലർക്ക് മുൻപിലും അടിയറവ്, വിഷമതകൾ നേരിടേണ്ടതായി വരുന്നു എന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, വിഷമതകൾക്ക് മുൻപിൽ ഭഗവാൻ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയായിരുന്നു. അത് ക്രമേണ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. പല കാര്യങ്ങളിലും ഭയം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഭയത്തെ മറികടക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും മിഥ്യയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും മനസ്സുകൊണ്ട് പല കാര്യങ്ങളും തെറ്റായി പോയി എന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആ തെറ്റുകൾ തന്നെയാണ് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഉറച്ച ശബ്ദത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കുവാനും മറുപടി നൽകുവാനും സാധിക്കും. അത് ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിൻ്റെ ഒരു ധൈര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരെല്ലാം നിങ്ങളെ തളർത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾ പൂർവാധികം ശക്തിയോടെ ഉയരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സാന്നിധ്യം അത് തീർച്ചയായും എപ്പോഴും
പലർക്കും ആശ്വാസമായി തീരുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ഭഗവാന് മുന്നിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായ കാര്യങ്ങളാണ്. അതിനാൽ തീർച്ചയായും അത് ഈശ്വരാധീനത്തിൻ്റെ ഒരു തുടക്കമായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വയ്ക്കുന്നതായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ അത് ഒരിക്കലും ഭഗവാൻ തകരാൻ അനുവദിക്കില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ളവരാണ്, മനസ്സിൽ സ്വപ്നങ്ങൾ പോലും നെയ്തിട്ടുള്ളവരാണ്. എന്നാൽ അത് ജീവിതത്തിൽ നടക്കുമ്പോൾ കൂടുതൽ മനോഹരമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾ വീഴുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകും എങ്കിൽ പോലും അത് മിഥ്യാധാരണ തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കും എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ക്ഷമ അല്ലെങ്കിൽ നിങ്ങളുടെ വിവേകം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ നിന്നും ദൈവം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യത തുലം കുറവ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണോ വന്നു ചേരേണ്ടത് അത് വന്നു ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കരുത്തായി നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് ഒരു ബലപ്പെടേണ്ടത് അനിവാര്യമാണ്. ആ ബലപ്പെടുത്തലാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും പല രീതിയിലും നിങ്ങൾക്കെതിരായി നിന്നു എന്ന് വരാം. എന്നാൽ വളരെ വ്യത്യസ്തമായി തന്നെ നിങ്ങൾക്കതിനെ നേരിടുവാൻ സാധിക്കും. കഠിനമായ പരീക്ഷണങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. പലപ്പോഴും പൊരുത്തപ്പെടുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങൾ. എന്നാൽ ക്ഷമയോടെ നിങ്ങൾക്കതിനെ സമീപിക്കുവാൻ സാധിക്കുകയോ ക്ഷമ ഭഗവാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതായ സാഹചര്യമോ ഉണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ അടിത്തറ വിപുലമാക്കുവാനോ ശക്തിപ്പെടുത്തുവാനോ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അവകാശപ്പെട്ടതായ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അർഹതയുള്ളതായ വിജയങ്ങൾ അത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന ചിന്ത ഉണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തടസ്സങ്ങളും നീക്കുമ്പോൾ അത്തരം കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. നിങ്ങൾക്ക് മുൻപിൽ ചിലതാലോ അല്ലെങ്കിൽ ചിലരുടെ ഉപദേശത്താലോ മറ്റു കാര്യങ്ങളാലോ അടയ്ക്കപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങളും അതൊരു വാതിലാണ് എങ്കിലും അത് തുറക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഊർജമാണ് ഭഗവാൻ നൽകുന്നത്. നഷ്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. എന്നാൽ അതേക്കുറിച്ച് വിലപിച്ചിരിക്കുന്നത് ഭൂഷണമായ ഒരു കാര്യമല്ല. അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അത് തിരികെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളിലും നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോയിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്ന, ഗൂഢാലോചന നടത്തിയിരുന്ന പല കാര്യങ്ങളും, പല വ്യക്തികളും അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വര ശക്തിയാൽ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. തടസ്സങ്ങളുമായി നിന്നിരുന്ന വ്യക്തികൾ പോലും ഭയചകിതരായി മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ചില കാര്യങ്ങളിൽ നിങ്ങൾ തളയ്ക്കപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. അതിൽ ചിലരുടെ വാക്കുകളാലോ പ്രവൃത്തികളാലോ അവരുടെ സമീപനത്താലോ ആകാം. അത് നിങ്ങളെ ദോഷകരമായി ബാധിച്ചു. പല കാര്യങ്ങളും നിങ്ങളെ പിന്നോട്ടടിച്ചു എന്നതും വാസ്തവമാണ്. ഇവിടെ ഭഗവാൻ തന്നെ നിങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന, നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് കാണുന്നു. ഈ സമയം സ്വതന്ത്രമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദുർബലരായ വ്യക്തികളല്ല നിങ്ങൾ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ചൈതന്യം അത് ഈശ്വരനാൽ നിങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചൈതന്യമാണ്. ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചൈതന്യം.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുറമേ ശക്തരാണ് എന്ന് തോന്നിയാൽ പോലും ഉള്ളിൽ ശക്തരല്ലായിരുന്നു എന്നത് വാസ്തവമാണ്. ഇവിടെ ദൈവാംശമായ ആത്മാവ് പോലും നിങ്ങളെ ഉണർത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടക്കത്തിൽ വിശ്വസിക്കാൻ സാധിക്കണം എന്നില്ല. ഇതെനിക്ക് സംഭവിക്കുമോ? ഇത്തരം പല ചിന്തകൾ കടന്നു വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംസാരം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പങ്ങൾ തീർക്കുവാൻ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ചില അവസരങ്ങൾ അതൊരു പുരോഗതിക്കുള്ള അനുകൂല സാഹചര്യമാകാം. ചില സഹായങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നതോ ആകാം. തീർച്ചയായും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് കൃത്യമായി കടന്നു വരുന്ന സാഹചര്യമുണ്ട്. വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പല വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ മുറിവേൽപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പലരും വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നു, പലരെയും വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നു എങ്കിൽ പോലും അവർ നിങ്ങളെ ചെയ്തത് പലപ്പോഴും പിന്നിൽ നിന്നും കുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ പല രീതിയിലും മാനസികപരമായി മുറിവേൽപ്പിച്ചിരിക്കുന്ന പലരുമുണ്ട്. ആ വേദനകളും അപമാനവും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. ഇവിടെ ഒരു സംരക്ഷണ കവചമായി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളെ ആരാണോ ഉപദ്രവിച്ചിട്ടുള്ളവര് അത് അവർക്ക് തീർച്ചയായും ഭഗവാൻ തന്നെ മറുപടി നൽകുന്നതായ സാഹചര്യമുണ്ട്. കാരണം നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം നിലനിൽക്കുന്നിടത്തോളം മറ്റുള്ളവർക്ക് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. പരിവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ആ ദൈവികമായ ഊർജത്തെ അത് പൂർണ്ണമായും ഉണർത്തുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ആ ശക്തി നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. ഈ സമയം നിങ്ങൾ ശാന്തത കൈവിടാതെ കാത്തിരിപ്പിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പല കാര്യങ്ങളിലും തിരിച്ചറിവ് സംഭവിക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ കാര്യം ഭഗവാന്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാനിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.